ചിഹ്നത്തിൻ്റെ വല്ല ന്യായമുണ്ടോ? ആൻ്റണി ഇപ്പോഴാണോ ഇത് പറയുന്നത്? എത്ര കൊല്ലമായിട്ട് ഈ ചിഹ്നം വരുന്നത്? എന്താ പ്രശ്നം? പണ്ട് കാളച്ചെന്നെ ഇതുപോലെ വലുതായിരുന്നു. കൈപ്പത്തി ഇത്ര ഉള്ളു ആകെ. താമര പൂവായിട്ട് കാണണ്ടേ? കൈപ്പത്തർ മുഴുപ്പിൽ താമര വരച്ചു വെക്കാൻ പറ്റുമോ? വരച്ചാൽ കാണുന്നത് എങ്ങനെ? ഇങ്ങനെ അബദ്ധമൊക്കെ പറയുന്നത് തോൽവി മുൻപേ സമ്മതിക്കുന്ന തുല്യമാണ്. അത് 2 ദിവസമായിട്ടൊരു ഒരു ചിത്രഭ്രമം ബാധിച്ച മാതിരി ആൻഡോ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് എന്താ അദ്ദേഹത്തിന് തോൽവി സമ്മതിച്ചു എന്നല്ല. ഇപ്പം നമ്മുടെ അനിലാൻഡ് പറഞ്ഞ പോലെ തോൽവി സമ്മതിച്ചു പോയതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ ആരോപണങ്ങളല്ലാതെ ഒന്നും പ്രത്യേകത പറയാനില്ല. ചിഹ്നം ഈ ഇലക്ഷൻ വോട്ടിങ് യന്ത്രം ഇപ്പം തുടങ്ങിയതാണോ? ഇന്ത്യ മുഴുവൻ നടക്കുക, വേറെ ഇല്ലാത്ത പരാതിയാണ് ഇവിടെ. എന്തർത്ഥം ഇരിക്കാനത്? തോൽവി ഉറപ്പായി, യാതൊരു സംശയവും. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചു, അനിൽ ആൻ്റണി ജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നീക്കി 5 സീറ്റിൽ ജയിക്കുന്ന വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു. ആ 5 സീറ്റിൽ മാത്രമല്ല, കേരളത്തിലെ 20 നിയോജക മണ്ഡലത്തിലും BJPക്ക് അനുകൂലമായി 1 ലക്ഷം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാൻ പോവുക. ആ 1 ലക്ഷം വോട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും. അത് കോൺഗ്രസിൻ്റെ 70% കോൺഗ്രസിൻ്റെ 30% കമ്മ്യൂണിസ്റ്റിൻ്റെ, LDFിൻ്റെതാണ്. LDF UDFിൽ നിന്നും ആളുകൾ പൊഴിഞ്ഞ് BJPയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന വോട്ടാണ്. ആ വോട്ടിൻ്റെ കണക്ക് ഏതൊക്കെ നിയമങ്ങൾ ജയിക്കും എന്നുള്ള സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റുന്ന ആ വോട്ടിൻ്റെ കണക്കനുസരിച്ച് പരിശോധിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. വലിയ ഒരു മുന്നേറ്റമാണ് BJPക്ക് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അടുത്ത 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം തന്നെ ഇതിൻ്റെ ഇരട്ടി ശക്തിയായിരിക്കും. 29 BJP ഒറ്റയ്ക്ക് കേരളം, NDA ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാവും, സംശയമില്ല.